ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് 2024 ജനുവരിയിൽ വാങ്ങാൻ പറ്റിയ നല്ല ക്യാമറയുള്ള നമ്മുടെ ബഡ്ജറ്റിലൊക്കെ വാങ്ങാൻ പറ്റിയ 5 കിടിലൻ സ്മാർട്ട് ഫോണുകളാണ്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഫോൺ ഗൂഗിളിൻ്റെ ഗൂഗിൾ പിക്സൽ 7 ആണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ. അതിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷനും അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈമറി ക്യാമറ വരുന്നത് 50 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും അതിൽ 8x ഡിജിറ്റൽ സൂമും അവൈലബിൾ ആണ്. പിന്നീട് ഒരു 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും റിയർ ക്യാമറയിൽ വരുന്നത്. അതായത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ. അതിൽ ഡ്യുവൽ LED ഫ്ലാഷ്, 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ ഇതെല്ലാം ഇതിൻ്റെ റിയർ ക്യാമറയിൽ അവൈലബിൾ ആണ്. ഫ്രണ്ട് ക്യാമറ 10.8 മെഗാ പിക്സലിൻ്റെ ആണ് വരുന്നത്. അതിലും 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ ടെൻസർ G2 പ്രോസസ്സർ, 6.3 ഇഞ്ച് ഡിസ്പ്ലേ, 90 Hz റിഫ്രഷിംഗ് റേറ്റ്, 8GB റാം, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. അത് സ്റ്റോറേജ് എക്സ്പാൻഡബിൾ അല്ല. പിന്നെ ഡ്യുവൽ സിം ആണ് ഇതിൽ. ഡ്യുവൽ സിം, നാനോ സിം 1ൽ നാനോയും സിം 2ൽ ഈ സിം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ചാർജിങ് പോർട്ട്, 4355 mAh ബാറ്ററി ബാക്കപ്പ്, 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻസ്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ടുള്ളത് വൺ പ്ലസ് 11R ആണ്. ഇതിൻ്റെ ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ. 50 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറ, പിന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറ. ഇതിൻ്റെയും റിയർ ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലാണ്. മറ്റ് സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 പ്രോസസ്സർ, 6.74 ഇഞ്ച് ഡിസ്പ്ലേ, 120 Hz റിഫ്രഷിംഗ് റേറ്റ്, 8GB റാം, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. ആ സ്റ്റോറേജ് എക്സ്പാൻഡബിൾ അല്ല. 5000 mAh ബാറ്ററി ബാക്കപ്പ്, 100 വാട്ട് ചാർജിങ്, ഡ്യുവൽ സിം, നാനോ, ടൈപ്പ് സി USB ചാർജിങ് പോർട്ട്. ഇതെല്ലാമാണ് ഇതിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻസ്. ഇത് ഏതാണ്ട് ഒരു 39,999 രൂപ റേഞ്ചിൽ ഇന്ന് മിക്ക ഓൺലൈൻ സൈറ്റുകളിലും ലഭ്യമാണ്. പല ഡിസ്കൗണ്ടുകൾക്ക് ശേഷം ചില സൈറ്റുകളിൽ ഇതിലും വില കുറഞ്ഞ് ലഭ്യമാണ്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ടുള്ളത് iPhone 12 ആണ്. ഇതിൻ്റെ ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ. അത് 12 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറകളാണ്. 12 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ പ്രൈമറി ക്യാമറയും, അതിൽ തന്നെ 5x ഡിജിറ്റൽ സൂമും 2x ഒപ്റ്റിക്കൽ സൂമും അവൈലബിൾ ആണ്. പിന്നീട് 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അങ്ങനെ 2 ക്യാമറകളാണ് ഡ്യുവൽ ക്യാമറ റിയർ ക്യാമറയിൽ വരുന്നത്. അതിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷനും അവൈലബിൾ ആണ്. ഫ്രണ്ട് ക്യാമറയും 12 മെഗാ പിക്സലാണ്. അതിലും 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ A14 ബയോണിക് ചിപ്സെറ്റ്, 6.1 ഇഞ്ച് ഡിസ്പ്ലേ, 60 Hz റിഫ്രഷിംഗ് റേറ്റ്, ഡ്യുവൽ സിം. അതിൽ സിം 1ൽ നാനോയും സിം 2ൽ ഈ സിമ്മും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2815 mAh ബാറ്ററി ബാക്കപ്പ്, 20 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. ഇതെല്ലാമാണ് ഇതിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻ. ഇതിൻ്റെ 4GB റാം, 64GB ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ വേരിയൻറ്റിൻ്റെ പ്രൈസിങ് വരുന്നത് ഏതാണ്ട് 42,999 രൂപയാണ്. ചില സൈറ്റുകളിൽ പല ഓഫറുകൾക്ക് ശേഷം ഇതിലും താഴെ പ്രൈസിലും അവൈലബിൾ ആണ്. നമ്മുടെ ലിസ്റ്റിലുള്ള നാലാമത്തെ ഫോണാണ് സാംസങ് ഗാലക്സി S22. സാംസങ് ഗാലക്സി S22ൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ വരുന്നത്. അതിൽ 50 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറ, പിന്നെ 12 മെഗാ പിക്സലിൻ്റെ മറ്റൊരു ക്യാമറ, കൂടാതെ 10 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ക്യാമറ. അതിൽ 30x ഡിജിറ്റൽ സൂമും 3x ഒപ്റ്റിക്കൽ സൂമും ഈ ടെലിഫോട്ടോ ക്യാമറയിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈമറി ക്യാമറയിൽ 8K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ ലഭ്യമാണ്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 10 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. അതിലും 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്.
പിന്നീട് ഇതിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ആൻഡ്രോയിഡ് V12 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സ്നാപ്ഡ്രാഗൺ 8 Gen 1 പ്രോസസ്സർ, 6.1 ഇഞ്ച് ഡിസ്പ്ലേ, 120 Hz റിഫ്രഷിംഗ് റേറ്റ്, 8 GB റാം, 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. ആ സ്റ്റോറേജ് എക്സ്പാൻഡബിൾ അല്ല. 3700 mAh ബാറ്ററി ബാക്കപ്പ്, 25 വാട്ട് ചാർജിങ്, ഡ്യുവൽ സിം നാനോ, ടൈപ്പ് C USB ചാർജിങ് പോർട്ട്. ഇതെല്ലാമാണ് ഇതിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻസ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഏതാണ്ട് 39,999 രൂപയ്ക്ക് ഇന്ന് നിലവിൽ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഓഫറുകളില്ലാതെ തന്നെ അവൈലബിൾ ആണ്. ഓഫറുകൾക്ക് ശേഷം ബാങ്ക് ഓഫർ, അങ്ങനെ പല ഓഫറുകൾക്ക് ശേഷം ഇത് അതിലും പ്രൈസ് റേഞ്ചിൽ ലഭ്യമാണ്. അപ്പോൾ നല്ല സാംസങ്ങിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ ഉള്ളൊരു മോഡലാണ് സാംസങ് ഗാലക്സി S22. ലിസ്റ്റിലുള്ള അഞ്ചാമത്തെ ഫോണാണ് വിവോ V29 Pro. ഇതിൻ്റെ ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറ, പിന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 12 മെഗാ പിക്സലിൻ്റെ മറ്റൊരു ക്യാമറ, അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വിവോ V29 Proയിൽ റിയർ ക്യാമറയിൽ വരുന്നത്. അതുപോലെ റിയർ ക്യാമറയുടെ പ്രൈമറി ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. കൂടാതെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ അതും 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറയിൽ, അതിലും 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ MediaTek Dimensity 8200 പ്രോസസ്സർ, 6.8 ഇഞ്ച് ഡിസ്പ്ലേ, 120 Hz റിഫ്രഷിംഗ് റേറ്റ്, 8 GB റാം, 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, അതുപോലെ 4600 mAh ബാറ്ററി ബാക്കപ്പ്, 80 വാട്ട് ഫ്ലാഷ് ചാർജിങ്, ഡ്യുവൽ സിം നാനോ. ഇതെല്ലാമാണ് ഇതിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻസ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇതും ഏതാണ്ട് 39,999 രൂപ റേഞ്ചിൽ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഓഫറുകളില്ലാതെ ലഭ്യമാണ്. ഓഫറുകൾക്ക് ശേഷം ഇതും അതിലും താഴെ പ്രൈസിൽ പല സൈറ്റുകളിലും ലഭ്യമാണ്. ഇപ്പോൾ ഈ 5 ഫോണുകളും ക്യാമറ ഭാഗം കൊണ്ട് ക്വാളിറ്റി ക്യാമറകളുള്ള, അതുപോലെ നമ്മളുടെ ബഡ്ജറ്റിൽ ഏതാണ്ട് ഒരു 40K റേഞ്ചിൽ വരുന്ന ഫോണുകളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഫോണുകളെല്ലാം ടോപ്പ് ഏറ്റവും വില കൂടിയ ഫോണുകളല്ല, നമ്മളുടെ ഒരു ബഡ്ജറ്റിൽ, അതായത് 40K റേഞ്ചിലുള്ള ഫോണുകളാണ് നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിലും കൂടിയ ഫോണുകളെ കുറിച്ച്, ക്യാമറ ക്വാളിറ്റിയുള്ള കൂടിയ റേഞ്ചിൽ വരുന്ന ഫോണുകളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ മറ്റ് നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.